ഹേ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ വീണ്ടും ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് ഞാൻ വന്നേക്കുവാണ്. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു അൺബോക്സിങ് വീഡിയോ ആയിരുന്നു ഇട്ടത്. അപ്പം എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട്. ഓൾമോസ്റ്റ് 50K വ്യൂവേഴ്സ് ആയി ആ വീഡിയോയ്ക്ക്. അപ്പം അതിനകത്ത് ഒരുപാട് കമന്റ്സ് ഞാൻ കണ്ടായിരുന്നു, ഇനി ഇതേപോലത്തെ ഹാൾ വീഡിയോസ് ചെയ്യണം എന്ന്. അപ്പം നെക്സ്റ്റ് ഒരു അൺബോക്സിംഗ് ആയിട്ട് വന്നേക്കുന്നത് ഓൾമോസ്റ്റ് എല്ലാ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് വെച്ച് ബാക്കിയെല്ലാം ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചേക്കുന്ന പ്രൊഡക്ട്സ് ആണ് ഇതെല്ലാം. അപ്പം ഇതെല്ലാം സമയം കളയാതെ തന്നെ കണ്ടാൽ അപ്പൊ നമുക്ക് ഇതെല്ലാം സൈഡിലോട്ട് എടുത്ത് വെക്കാം, എന്നിട്ട് ഓരോന്നോരോന്നായിട്ട് കാണാം. ഫസ്റ്റ് തന്നെ പെർഫ്യൂമാ. ഇത് ഞാനിങ്ങനെ ഇൻസ്റ്റാ റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരു ആഡ് വന്നതാ. അപ്പൊ ആഡ് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കി എങ്ങനെയുണ്ട് ഈ പെർഫ്യൂം എന്ന് നോക്കാനായിട്ട്. അപ്പം ഇതിന്റെ റേറ്റ് വന്നിട്ട് 569 റുപ്പീസാണ്. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് കൂടുതലല്ലേ, അപ്പം നമ്മളിത് അല്ല എങ്ങനെയാണ് ഇതിൻ്റെ സ്മെല്ലൊന്നും എനിക്ക് അറിയത്തില്ല, ഭയങ്കര സ്ട്രോങ് സ്മെല്ലാണോ എന്ന്. ഫ്ലിപ്കാർട്ടിൽ ഞാൻ അടിച്ചു നോക്കിയപ്പോൾ റിവ്യൂവിനകത്ത് മൈൽഡ് ആയിട്ടുള്ള സ്മെല്ലാണ്, ഒരു ഫ്രൂട്ട് ബേസ്ഡ് സ്മെല്ലാന്നൊക്കെ അതിനകത്ത് കൊടുത്തേക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ച് ആദ്യം തന്നെ ഇത്രയും റേറ്റ് കൊടുത്ത് വാങ്ങിച്ചിട്ട് നല്ല അല്ലെങ്കിൽ എന്തോ ചെയ്യും. അപ്പം എന്ന് വെച്ചിട്ട് ഞാൻ ഇതിന് ബോഡി മിസ്റ്റ് എന്ന് പറഞ്ഞ് സാധാ നമ്മുടെ ഒരു ബോട്ടിലുണ്ടല്ലോ ചെറിയ പ്രൊഡക്റ്റ്, അത് ഞാൻ വാങ്ങിച്ചു. അത് ഞാനിപ്പോൾ കാണിക്കാം. ഇത് ഫസ്റ്റ് ഇതാ ഞാൻ ഓപ്പൺ ചെയ്തത്, അതുകൊണ്ടാണ്. അപ്പം അത് വാങ്ങിച്ച് യൂസ് ചെയ്തപ്പോൾ ഫസ്റ്റ് എനിക്ക് ആദ്യം അടിച്ചപ്പോൾ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. സെക്കൻഡ് ടൈം ഞാൻ ഈ പെർഫ്യൂം യൂസ് ചെയ്തപ്പോഴത്തേക്ക് നല്ല മണം, കൊള്ളാം, അത്യാവശ്യം നല്ല രീതിയിൽ ലോങ് ലാസ്റ്റ് ചെയ്യുന്ന എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഞാൻ ഈ ബോഡി മിസ്റ്റ് വാങ്ങിക്കുന്നത്. കാരണം ബോഡി മിസ്റ്റ് ഒരുപാട് ലോങ് ലാസ്റ്റ് ചെയ്യത്തില്ല പെർഫ്യൂമിന്റെ അത്രയും. കാരണം പെർഫ്യൂമാണ് കൂടുതലും ലോങ് ലാസ്റ്റ് ചെയ്യുന്നത്. ബോഡി മിസ്റ്റ് എന്ന് പറയുമ്പോൾ വാട്ടർ കണ്ടന്റ് കൂടുതലാണ്. അപ്പൊ അങ്ങനെ ആൽക്കഹോൾ കണ്ടന്റ് കുറവായി ഈ ബോഡി മിസ്റ്റിനകത്ത്. അപ്പം ബോഡി മിസ്റ്റ് സത്യം പറഞ്ഞാൽ ബോഡി മിസ്റ്റ് ആയാലും ഈ പെർഫ്യൂം ആണെങ്കിലും ഇത് രണ്ടും നമ്മൾ അടിക്കുന്ന സമയത്ത് അടിച്ചു കഴിഞ്ഞാൽ ആ റൂമിൽ നല്ലൊരു മണമായിരിക്കും. ഒരുപാട് സമയം അത്യാവശ്യം ലോങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. പെർഫ്യൂം നല്ല രീതിയിൽ ലോങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇതൊരു ആൾക്ക് ഒരു മൈഗ്രെയിൻ വരുന്ന ടൈപ്പ് പോലെ ഭയങ്കര സ്ട്രോങ് ആയിട്ടൊരു സ്മെല്ലല്ല, ഭയങ്കര മൈൽഡ് ആയിട്ടൊരു ഫ്രൂട്ട് ബേസ്ഡ് സ്മെല്ല് തന്നെയാണ്. ശരിക്കും നല്ലൊരു സ്മെല്ല്, എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ഇഷ്ടപ്പെടുന്ന ഒരു മണമായിരിക്കും. ഇതിന്റെ എല്ലാ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പൊ എല്ലാവരും ചെക്ക് ചെയ്താൽ മതി. ദെൻ നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഫേക്ക് നെയിൽസ് ആണ്. ഇതിന് ഈ ഒരു പാക്കറ്റിൽ 100 ഫേക്ക് നെയിൽസ് ഉണ്ട്. ഇത് ഞാൻ വാങ്ങിയപ്പം 188 ആയിരുന്നു, ഇപ്പം 175 എന്തോ ആ റേഞ്ചിന് കിടപ്പുണ്ട്. അപ്പം നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. ഇത് നമ്മുടെ കാലിലൊട്ടിക്കുന്ന ഫേക്ക് നെയിൽസ് ആണ്. അപ്പം ഞാൻ കയ്യിലൊട്ടിക്കുന്ന ഫേക്ക് നെയിൽസിന്റെ ഒരു യൂട്യൂബില് ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം അത് ചെക്ക് ചെയ്താൽ മതി. കയ്യിലൊക്കെ അടിപൊളി 3D ഫേക്ക് നെയിൽസ് ആണ് ഞാനത് അപ്ലോഡ് ചെയ്തേക്കുന്ന വീഡിയോ. ഇത് കുഞ്ഞു കാലിന്റെ വിരലിന് വരെ ചെറിയ നഖം വരെയുണ്ട്. ഇനി നമുക്ക് ഒട്ടിക്കുക. ഇതിന്റെ കൂടെ ഗ്ലൂ ഒന്നുമില്ല, 100 പീസ് നെയിൽ മാത്രമേ വരുന്നുള്ളൂ ആ പാക്കറ്റ്. ഗ്ലൂ വേണേൽ നമുക്ക് സെപ്പറേറ്റ് ഓൺലൈനിൽ തന്നെ ഓർഡർ ചെയ്യാവുന്നതാണ്, ഇല്ലെങ്കിൽ അടുത്ത ഷോപ്പിലുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങിച്ചാലും മതി. അപ്പോൾ എല്ലാ സൈസും ഉണ്ട്. എന്ന് വെച്ചാൽ ഈ ഇപ്പോൾ ചിലവരുടെ കാലിന്റെ നഖത്തിന് നല്ല വീതി കൂടുതലാണെങ്കിൽ നല്ല വലിയ സൈസിലെ നെയിലുണ്ട്, അതിന്റെ ചെറുത് പല സൈസ് അവൈലബിൾ ആ. എനിക്ക് തോന്നുന്നു ഇത് എല്ലാവർക്കും ഓൾമോസ്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒട്ടിക്കാൻ പറ്റും. അതുപോലെ തന്നെ അഥവാ നമുക്ക് വേണമെങ്കിൽ ഭയങ്കര ചെറിയ നഖമാണെങ്കിൽ പോലും നല്ല രീതി ഷേപ്പ് ചെയ്താൽ മതി, നമ്മുടെ ആവശ്യം അനുസരിച്ച് ഷേപ്പ് ചെയ്താൽ മതി. റൗണ്ട് ഷേപ്പിലെ നെയിൽസും ഉണ്ട്, സ്ക്വയർ ഷേപ്പിലും ഉണ്ട്. ഞാനിത് സ്ക്വയർ ഷേപ്പിലെ നെയിൽസ് ആണ് വാങ്ങിച്ചേക്കുന്നത്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും, ഇഷ്ടമുള്ളവർക്ക് യൂസ് ചെയ്യാലോ. നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഒരു ഇയറിങ്സ് ആണ്. അതിന് സ്റ്റഡും ഹാങ്സ് കൂടെ വരുന്ന ഒരു ഇയറിങ്സ് ആയിരുന്നു. ഹാങ്സ് വന്നിട്ടില്ല ആ പാക്കില്, ഇയറിംഗ് മാത്രമേ ഉള്ളൂ. ഒരു ബട്ടർഫ്ലൈ വന്നിട്ട് താഴോട്ട് ഹാങ്സ് വരുന്നതാണ്. പക്ഷെ ഹാങ്സ് ആണ് കുറച്ചും കൂടെ അതിന്റെ ഭംഗി കൂട്ടുന്നത്. പക്ഷെ ഹാങ്സ് ഇല്ലാതെ ഒരു ഭംഗി ഇല്ലാതെ അത്ര. അപ്പൊ ഹാങ്സ് കണ്ടോണ്ടാണ് മെയിൻ അത് ഓർഡർ ചെയ്യാൻ കാര്യം. പിന്നെ ഞാനത് റിട്ടേൺ ചെയ്തില്ല, റീപ്ലേസ്മെന്റ് ആണ് കൊടുത്തത്. ഹാങ്സ് ഉള്ള വരുമല്ലോ എന്നുള്ള പ്രതീക്ഷയിൽ. ഹോപ്പ്ഫുള്ളി ഇതാണ് ഞാൻ പറഞ്ഞ നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ആമസോണിൽ നിന്ന് വാങ്ങിച്ച പ്രൊഡക്റ്റ് ആണ്. ഇത് മാഗ്നറ്റിക് ലൈറ്റ് ആണ്. ഇതിന്റെ റേറ്റ് വന്നിട്ട് 229 രൂപയാണ്. ഇത് നമുക്ക് എവിടാണ് നമ്മുടെ വീട്ടിൽ ലൈറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ഇത് മാഗ്നറ്റ് ആണ്. ഒരു സൈഡ് സ്റ്റിക്കറാണ് ഒട്ടിക്കാം. ഒരു പാക്കറ്റിൽ ഒരു ലൈറ്റും അതിനോടുള്ള വയർലെസ് കേബിളും ഉണ്ട്. ആ കേബിൾ നമുക്ക് കണക്ട് ചെയ്തിട്ട് നമ്മുടെ ഫോൺ ചാർജ് ചെയ്യുന്ന പ്ലഗിലോട്ട് കണക്ട് ചെയ്താൽ മതി. അതുവഴി ചാർജ് ചെയ്യാവുന്ന 2 ബോക്സ് ആണ് വന്നേക്കുന്നത്. 2 ബോക്സിലും വയർലെസ് ചാർജർ ഉണ്ട്. അത് പക്ഷെ കൊള്ളാം കേട്ടോ. നമുക്ക് ഒരു ലൈറ്റിന്റെ ആവശ്യമാണെങ്കിലും ഒരു വയർലെസ് ചാർജർ മിസ്സായാലും നമുക്ക് ഒരെണ്ണം എന്തായാലും കാണാം, രണ്ടിനും യൂസ് ചെയ്യാം. ഇതാണ്
ഇതാണ് അതിൻ്റെ കൂടെ വന്നിട്ടുള്ള ഒരു സ്റ്റിക്കർ. ഡബിൾ സൈഡ് സ്റ്റിക്കറാണ്. ഒരു സൈഡ് നമുക്ക് പീൽ ചെയ്തിട്ട് നമുക്ക് ഒട്ടിക്കാം. എന്നിട്ട് എവിടെയാണോ ഈ ലൈറ്റ് വേണ്ട അവിടെ നമുക്ക് ഭിത്തിയിൽ ഒട്ടിക്കാം. എനിക്കിത് മിററിന്റെ മുകളിൽ വെക്കാനാണ്. നമ്മളപ്പം ഒരുങ്ങുന്ന ടൈമിലൊക്കെ കുറച്ച് ലൈറ്റ് നന്നായിട്ട് കിട്ടും. അപ്പോൾ ടോപ്പിൽ നമുക്ക് ഒട്ടിച്ച് വെക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ വീഡിയോ ആഡ് ചെയ്തേക്കാം സൈഡിലായിട്ട്. ഇത് കണ്ട അത്യാവശ്യം നല്ല ലൈറ്റ് ഉണ്ട്, നിങ്ങൾക്ക് കാണാം. ഞാനിങ്ങനെ ക്ലോസ് ചെയ്ത് ഇങ്ങനെ പിടിച്ച് കണ്ടോ, ഈ ഒരു ലൈറ്റ് ഉണ്ട്. ഇത് ഞാൻ ചാർജ് ചെയ്ത് നോക്കി കേട്ടോ. വന്നപ്പോൾ തന്നെ ഞാൻ പൊട്ടിച്ച് ചാർജിലിട്ട് നോക്കി എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ ഇത് ഒട്ടിച്ചില്ല. നിങ്ങൾ ഈ പ്രൊഡക്റ്റ് കാണിച്ചതിന് ശേഷം ഞാനിത് ഒട്ടിക്കാമെന്ന് വിചാരിച്ചേക്കുക. എന്നിട്ട് ഞാൻ സൈഡിൽ വീഡിയോ കൊടുത്തേക്കാം. അപ്പോൾ ഇങ്ങനത്തെ ലൈറ്റ് വേണം എന്നുണ്ട്. നമുക്ക് അലമാര ഇച്ചിരി ഡാർക്കാ, ലൈറ്റ് കുറവാണ്, ഡ്രസ്സ് എടുക്കുമ്പം ലൈറ്റ് കുറവാന്നൊക്കെ ഉള്ള ഭാഗങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ വെക്കാം. ഡ്രസ്സൊക്കെ ഹാങ് ചെയ്യുന്നിടത്ത് ലൈറ്റ് ഒക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് രാത്രി ഉറങ്ങുന്ന ടൈമിൽ ചില ആളുകൾക്ക് ലൈറ്റ് വേണമെന്ന് കാണും. വലിയ ലൈറ്റ് വേണ്ട, ചെറിയൊരു ലൈറ്റ് മതി എന്നുണ്ടെങ്കിൽ ഇതൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ലൈറ്റ് ആണ്. പിന്നെ അത് മാത്രമല്ല, അപ്പൊ കറണ്ട് ഇല്ലാത്തൊരു ടൈം ആണെങ്കിൽ പോലും അത്യാവശ്യം ഇതുകൊണ്ട് നമുക്ക് വെച്ചുകൊണ്ട് ഒരു വെട്ടമുണ്ട്. ഒരു 50% മസ്റ്റ് ബൈ. ഒരുപാട് കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ വാങ്ങാം. നെക്സ്റ്റ് വൺ വന്നിട്ട് പ്ലമ്മിൻ്റെ ഒരു ടോണറാണ്. ഞാൻ ഒരു വീഡിയോയിൽ കണ്ടതാ, നല്ലതാണെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ യൂസ് ചെയ്യാൻ വാങ്ങിച്ചതാണ്. റൈസ് വാട്ടർ ആഡഡ് ആയിട്ടുള്ളതാണ്. അതേപോലെ നയാ സിനിമയുടെ 3% അടങ്ങിയിട്ടുണ്ട് ഈ ടോണർ. അതേപോലെ ഓട്സിന്റെ എക്സ്ട്രാക്റ്റും ഉണ്ട്. 100% വേഗനാണ്. അതേപോലെ ഈ ബോട്ടിലിന്റെ സൈഡിൽ എഴുതിയിട്ടുണ്ട് നമ്മൾ പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമേ ഇത് യൂസ് ചെയ്യാവുള്ളൂ. എന്തെങ്കിലും ഇറിറ്റേഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യരുതെന്ന്. അത് ഞാൻ അങ്ങനെ സാധാ ഓരോ ബോട്ടിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. അതേപോലെ ഹൗ ടു യൂസ് എന്ന് എഴുതിയിട്ടുണ്ട്, എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത്. കണ്ണിന്റെ ചുറ്റും യൂസ് ചെയ്യാൻ പാടില്ല. ഇത് അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റ് ആണെന്ന് തോന്നുന്നു. യൂസ് ചെയ്യാതെ നല്ല പ്രൊഡക്റ്റ് ആണെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഞാൻ യൂസ് ചെയ്തിട്ട് എന്തായാലും ഞാൻ റിവ്യൂ ഇടാം. ഷോർട്ട് വീഡിയോ ആയിട്ടായിരിക്കും റിവ്യൂ ഇടുന്നത്. ദെൻ നെക്സ്റ്റ് വൺ വന്നിട്ട് ഒരു ചെരുപ്പാണ് ഞാൻ വാങ്ങിച്ചത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് കുറേ നാളായിട്ട് എൻ്റെ വിഷ് ലിസ്റ്റിൽ കിടന്ന ഒരു ചെരുപ്പാണ് ഞാൻ വാങ്ങിച്ചത്. നല്ല പിങ്ക് കളറൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. ഗേൾസിന് പൊതുവേ പിങ്ക് കളറൊക്കെ കൂടുതലും ഇഷ്ടമായിരിക്കും. അനോക് ബൈ മിന്ത്ര എന്നാണ് ഈ സാൻഡിൽ എഴുതിയേക്കുന്നത്. എന്നും പറഞ്ഞത് മിന്ത്രയിൽ നിന്ന് വാങ്ങിച്ചതല്ല, ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. മിന്ത്രയിൽ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഈ സെയിം പ്രൊഡക്റ്റ് ഉണ്ട്, ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 600 സംതിങ് രൂപയാണ്. ഫ്ലിപ്കാർട്ടിൽ 414 രൂപയുള്ളൂ. അപ്പോൾ എനിക്ക് ലാഭമായിട്ട് എന്തുകൊണ്ട് തോന്നിയത് ഫ്ലിപ്കാർട്ടാണ്. സോ അതുകൊണ്ട് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കാണിച്ച് വീഡിയോ കോൾ ചെയ്ത് ഞാൻ ചെരുപ്പ് വാങ്ങിച്ച് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട്. ഭയങ്കര കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ചെരുപ്പാണ്. ഇതൊക്കെ നല്ല യുണീക്ക് ആയിട്ടുള്ള ഒരു ചെരുപ്പാണ്. അധികം കോമൺ ആയിട്ട് കാണാത്ത ഒരു ഫാഷനാണ് ഇതൊക്കെ. അപ്പം ഇങ്ങനത്തെ സ്റ്റൈല് ഒരുപാട് ചെരുപ്പുകളൊക്കെ വെയർ ചെയ്യൂ ഗൈസ്. ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ പ്രൊഡക്റ്റ് വന്നിട്ട്. ഇതെന്തുവാന്ന് വെച്ചാൽ ഇത് ഞാനൊരു ഇൻസ്റ്റയിലൊരു റീല് കാണുമായിരുന്നു. അപ്പം ആ റീലിനകത്ത് ഈ കാറൊക്കെ കഴുകി കഴിയുമ്പോൾ അതിനകത്ത് കുറച്ച് കാർ കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളമൊക്കെ കാറിലിരിക്കുമല്ലോ. അപ്പം ആ വെള്ളം എങ്ങനെ റിമൂവ് ചെയ്യാം, ഒരു തുള്ളി വെള്ളമില്ലാതെ ഫുള്ള് റിമൂവ് ചെയ്യുന്ന ക്ലോത്തിന്റെ ഒരു വീഡിയോ ഞാൻ കണ്ട്. മൈക്രോ ഫൈബറിന്റെ ഒരു ക്ലോത്ത് ആണിത്. നല്ല രീതി വെള്ളം അബ്സോർബ് ചെയ്യുമെന്നാണ് കാണിച്ചത്. ജസ്റ്റ് ആ തുണി ഇട്ട് ഒന്ന് തുടയ്ക്കുമ്പോൾ തന്നെ ഫുൾ വെള്ളം അബ്സോർബ് ചെയ്യും എന്ന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചെങ്കിൽ പിന്നെ വാങ്ങാം, കാർ തുടയ്ക്കാൻ. വലിയൊരു ടർക്കിയാണ് ഞാൻ ഓർഡർ ചെയ്തത്. പക്ഷേ വന്നത് ഈ ഒരു കാർ കഴുകുന്ന ഫുൾ ഒരു സെറ്റാണ്. 3 ഷീറ്റായിട്ടാണ്. വലിയ ഷീറ്റിന് പകരം ഈ മൈക്രോ ഫൈബറിന്റെ ടർക്കി വന്നേക്കുന്ന 3 ഷീറ്റായിട്ടാണ് ഈ ഒരു വലിപ്പത്തിൽ നിങ്ങൾക്ക് കാണാൻ ഞാൻ കാണിച്ചേക്കുന്ന ആ ഒരു വലിപ്പത്തിലുള്ളതാണ്. പിന്നെ നമുക്ക് ഒരെണ്ണം ഗ്ലൗസ് പോലുള്ളതായിരുന്നു ഒന്ന് വന്നിട്ടുള്ളത്. അത് നമ്മുടെ ഈ കാറൊക്കെ ഷാമ്പൂ ഒക്കെ മുക്കിയിട്ട് വാഷ് ചെയ്യാനുള്ളത്. പിന്നെ ഒരു റിങ്ങും ഒരു സ്ക്വയർ ഷേപ്പും. അതെന്തിനാന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ വിചാരിക്കുന്നു വല്ല മിറർ തുടയ്ക്കാനൊക്കെ ആയിരിക്കും. എനിക്ക് അറിഞ്ഞുകൂടാ ഗൈസ്. എന്തുമായാലും പിന്നെ റിട്ടേൺ ചെയ്തില്ല, ഇരിക്കട്ടെന്ന് ഞാൻ വിചാരിച്ച്. അതെങ്കിൽ അത് കിട്ടിയതാവട്ടെ. അപ്പം ഇന്നത്തെ കുട്ടി ഒരു റാൻഡം പ്രൊഡക്ട്സിൻ്റെ ഹാൾ വീഡിയോ ആയിരുന്നു ഇത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. ഇനി ഞാൻ എങ്ങനത്തെ വീഡിയോസാണ് കൂടുതൽ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുള്ള വീഡിയോസ്? അൺബോക്സിങ് വീഡിയോസ് ആണോ? ഏത് പ്രൊഡക്ട്സിൻ്റെ വീഡിയോസാണ് കൂടുതലും കാണാൻ ഇഷ്ടം? ഡ്രസ്സിൻ്റെ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടം? അപ്പോൾ എന്തൊക്കെയായാലും തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം ഞാൻ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും വീഡിയോസൊക്കെ. ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓക്കെ, ബൈ. പോലെ ഒരു കാര്യം കൂടെ ബൈ പറഞ്ഞ് പോവല്ലേ. അപ്പം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ പറയാറുണ്ട്. അപ്പം അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സ് എവിടാണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം, നോക്കിക്കോ. വീഡിയോസിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ സെക്കൻഡ് വീഡിയോ ഉണ്ട്, ഒരു കുട്ടി ഹാൾ വീഡിയോ. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫുൾ വീഡിയോ വരും. അവിടെ വ്യൂവേഴ്സിൻ്റെ
റിവ്യൂവേഴ്സ്, പിന്നെ എത്ര മണിക്കൂറാണെന്നുള്ളടത്ത് മോറെന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്യണം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതാണ്ട ഫുൾ ലിങ്ക് ഇവിടെ കിടപ്പുണ്ട്. ഒത്തിരി ലിങ്ക് ഉള്ളതുകൊണ്ട് മോറിൽ ക്ലിക്ക് ചെയ്താണ്ട ഫുൾ ലിങ്ക് നിങ്ങൾക്ക് കാണാം ഇവിടെ. അപ്പോൾ ഓരോ ലിങ്കും ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് ഫ്ലിപ്കാർട്ടിലോട്ട് ഓപ്പൺ ആവും. അപ്പോൾ ആ പ്രൊഡക്റ്റ് വരും. ഇതാണ്ട് ഇപ്പോൾ ബാംഗിളിൻ്റെ ഒരു ബോക്സ് ആയിരുന്നു ഞാൻ വാങ്ങി, അതിൻ്റെ ലിങ്കാണ് കൊടുത്തേക്കുന്നത്. താണ്ട ബാംഗിൾ ബോക്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ ലിങ്ക് ഓരോ പ്രൊഡക്ട്സിൻ്റെ ആണ്. അപ്പോൾ ഓരോന്നും ക്ലിക്ക് ചെയ്താൽ മതി, ഡയറക്റ്റ് ആ പ്രൊഡക്റ്റിലേക്ക് പോകും. ഇതാ നെക്സ്റ്റ് വന്നിട്ടൊരു ബാംഗിളാണ്, അത് ആ പ്രൊഡക്റ്റിലോട്ട്. അങ്ങനെ നിങ്ങൾക്ക് ഇതുവഴി ലിങ്ക് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയാണ് എടുക്കേണ്ടത്. അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി മാത്രം ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, ആരെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പോൾ അത്രയേ ഉള്ളടാ, ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ബൈ.